ഞാൻ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന മുകേഷിന്റെ പ്രസ്താവന രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന പഴമൊഴി കേട്ടിട്ടില്ലാത്ത മലയാളി ഉണ്ടാകില്ല. പക്ഷേ ഇന്നലെ അത് പുസ്തകത്തിൽ നിന്നിറങ്ങി നേരെ മുകേഷ് സാറിന്റെ പ്രസ് മീറ്റിൽ ലൈവ് പെർഫോമൻസ് ആയി മാറി. അതെ, സീറ്റ് കിട്ടാത്തതിന് മുമ്പേ തന്നെ എനിക്ക് സീറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന വേൾഡ് ക്ലാസ് ഡയലോഗ്, എനിക്ക് സീറ്റ് വേണ്ട, കൊല്ലത്ത് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന സസ്പെൻസ് നടക്കുമ്പോൾ സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്നത് എന്താണ്? ജനങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ മത്സരിക്കും, പാർട്ടി തീരുമാനമെടുക്കും. പക്ഷേ ഇവിടെ നമ്മുടെ കോമഡി കിങ്ങിന്റെ പൊളിറ്റിക്കൽ വേർഷൻ പറയുന്നത് ഞാൻ അവസരം ചോദിച്ചിട്ടില്ല എന്നാണ്. അതായത് എക്സാം റിസൾട്ട് വരുന്നതിന് മുൻപേ ഞാൻ എക്സാം തന്നെ എഴുതിയിട്ടില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ കോൺഫിഡൻസ്. കൊല്ലം മണ്ഡലത്തിൽ പാർട്ടി വലിയ മാറ്റങ്ങൾ ആലോചിക്കുമ്പോൾ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് പുതിയ കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതായത് ഹീറോ ഇന്റർവെൽ വരെ മാത്രം. ക്ലൈമാക്സിൽ പുതിയ ഹീറോ എൻട്രി. ആ ന്യൂ എൻട്രി ആരെന്നറിയാമോ? എസ് ജയമോഹൻ. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? മുകേഷ് സാർ പറയുന്നത് ജയമോഹൻ സ്ഥാനാർത്ഥിയായാൽ ഞാൻ ഫുൾ സപ്പോർട്ട് നൽകുമെന്നാണ്. ഹീറോ റോൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി ഹെൽപ്പ് ചെയ്യും എന്ന സിനിമ ഡെഡിക്കേഷൻ. മെജോറിറ്റി മാത്തമാറ്റിക്സ് വേഴ്സ് പൊളിറ്റിക്കൽ ഫിസിക്സ്. മുകേഷ് സാർ, സീറ്റ് ഉറപ്പില്ല, പക്ഷേ മെജോറിറ്റി ഓൾറെഡി ബുക്ക്ഡ്. ഇത് എക്സാക്ട്ലി ട്രെയിൻ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കുമ്പോൾ ഞാൻ വിൻഡോ സീറ്റിൽ ഇരിക്കും എന്ന് പറയുന്നത് പോലെ. ഈ ഹോൾ പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റിന്റെ ഡയറക്ടർ ആരാണെന്നറിയാമോ? MV ഗോവിന്ദൻ. അവരാണ് ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ്. അവരുടെ സൈലൻസ് ഇപ്പോൾ മലയാളം സിനിമയിലെ വില്ലൻ സൈലൻസ് പോലെ ഡേഞ്ചറസ് ആണ്. ഇതിനിടെ ഓപ്പോസിഷൻ പാർട്ടീസ് ഓൾറെഡി പോസ്റ്റേഴ്സ് ഒട്ടിച്ചു. MLA കാണാനില്ല. അതായത് നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് കാറ്റഗറി മിസ്സിംഗ് MLA സീസൺ 1. സിനിമയിൽ കോമഡി ടൈമിംഗ് പെർഫെക്റ്റ് ആയിരുന്ന മുകേഷ് സാർ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഡയലോഗ് ടൈമിംഗ് പെർഫെക്റ്റ് ആക്കുകയാണ്. സീറ്റ് കിട്ടിയാൽ ജനങ്ങളുടെ സ്നേഹം, സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടില്ല. റിസൾട്ട് വരുന്നതിന് മുൻപേ എക്സ്പ്ലനേഷൻ റെഡി. അതിനാൽ ഇത് സാധാരണ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇത് സർവൈവൽ സ്ട്രാറ്റജിയാണ്. കാരണം പൊളിറ്റിക്സിൽ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. സീറ്റ് കിട്ടിയാൽ ഡെസ്റ്റിനി, സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഹ്യൂമിലിറ്റി. ഇനി ഫൈനൽ തീരുമാനം വരുമ്പോൾ കോമഡി ക്ലൈമാക്സ് ആണോ, പൊളിറ്റിക്കൽ ട്രാജഡി ആണോ, അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലർ ആണോ? അറിയാൻ കാത്തിരിക്കും. ഇത് കേരള രാഷ്ട്രീയത്തിന്റെ നെക്സ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ ആണ്.